സിദ്ധേട്ടാ, ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. നിന്നോട് ആരാ ചായമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതൊരു ഭാര്യയുടെ കടമയല്ലേ സിദ്ധേട്ടാ? ഭാര്യയോ? ആര്, നീയോ? വെറുതെ രാവിലെ തന്നെ തമാശ പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ. സത്യമായിട്ടും ഉത്തമയായ ഒരു ഭാര്യ ആവാനുള്ള ശ്രമത്തിലാ ഞാൻ. എനിക്കിപ്പോ ആരോടും ഒരു ദേഷ്യവും ഇല്ല. ആരോടും? ആരോടും? ദേവികയോടും? ദേവികയോടും. എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഞാനൊരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. അത് നീ ഒന്ന് ഒപ്പിട്ട് തരണം. എന്നെ ഒഴിവാക്കുകയാണോ? അയ്യോ അല്ല, നിന്നിന്ന് രക്ഷപ്പെട്ട് ഓടുക ഞാൻ. എന്റെ പൊന്നേ, എനിക്ക് വയ്യ ഇനി നിന്റെ ഒപ്പം ജീവിക്കാൻ. എനിക്കൊരവസരം കൂടി തന്നൂടെ സിദ്ധേട്ടാ? ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറയാറുണ്ടല്ലോ. അത് ആവർത്തിച്ചാൽ എന്താ പറയാ? ഞാൻ അതിനില്ല. നമ്മൾ തമ്മില് ഒത്തുപോകത്തുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിനക്കതിന് സാധിക്കുകയില്ല. കുറവുകളുണ്ടെന്ന് അറിയാം, ദേവിക പോലെ അല്ലെന്നും അറിയാം. എന്നാലും ഞാൻ സിദ്ധുന്റെ ഭാര്യയല്ലേ? ആണോ? എന്നിട്ട് ആ താലി എവിടെ? ഭാര്യയാണെങ്കിൽ താലി ഉണ്ടാവുമല്ലോ, അതെവിടെ? അത് ഞാൻ ഇട്ടോളാം. തോന്നുമ്പോ ഇടാനും തോന്നുമ്പോ എടുത്ത് കളയാനുള്ള സാധനത്തിന്റെ പേരല്ല താലി. അത് നിനക്കറിയത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നീ ഇപ്പോ ആടിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ചേരാത്ത വേഷമായതുകൊണ്ടാ. കരഞ്ഞതുകൊണ്ടോ കരഞ്ഞ് കാലു പിടിച്ചതുകൊണ്ടോ എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. അത് മാറണമെങ്കിൽ ദേവിക എന്റെ ഭാര്യയായിട്ട് വരണം. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരികയാണ് നീ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കും. അതല്ലാതെ ഇനി നിനക്ക് വേറൊന്നും ചെയ്യാനില്ല.